ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മീനാണ് വയ്ക്കുന്നത്. അയില, ചെറിയ അയിലയാണ് കിട്ടിയത്. അപ്പോൾ അതാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതാണ് നമുക്ക് കറി വയ്ക്കാം. മീനയിലിട്ട് പുളിക്ക് മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, പാകത്തിന് ഉപ്പ്, എനിക്ക് നാളികേരം അരച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക്, മല്ലി, മഞ്ഞൾ, പെരിഞ്ചീരകമൊക്കെ കൂട്ടി അരച്ചതാണ് അതിലൊഴിക്കുന്നു. പോരാത്ത വെള്ളം ജാറ് കഴുകി ഒഴിക്കണം. തിളക്കട്ടെ. കറി തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. കറികളിലേക്ക് എടുക്കാൻ ആവശ്യത്തിന് എളുപ്പത്തിന് ജാറിൽ അരിഞ്ഞ് വെച്ചാൽ ചെറുതായി അരിഞ്ഞ് കിട്ടും. അതിന് നമുക്ക് അരിഞ്ഞെടുക്കാം. അല്ല, പൊടിയായി അരിയാൻ കിട്ടി. നമ്മളത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമ്മളിങ്ങനെ ഇതുപോലെ ഒരു കുപ്പികളിലാക്കി വെച്ചാൽ ആവശ്യത്തിന് എന്തെങ്കിലും എടുക്കാം. ഇറച്ചിയോ മീനോ എന്ത് വയ്ക്കാനായാലും എളുപ്പമുണ്ട്. ആ നേരത്തെ ഇഞ്ചി നന്നാക്കാനും ചതയ്ക്കാനും ഒന്നും നിൽക്കണ്ട. വേണ്ട, ഇത്രയ്ക്ക് ഇഞ്ചിയുണ്ട്. കുറേ നാളത്തേക്കായത്. കുറേ നാളെ ഇറച്ചി മീനൊക്കെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ അത്രയധികം നാളൊന്നുമല്ല, എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ 1 കിലോൻ്റെ മേലെയുണ്ട്. ഒരു 600 ഗ്രാം ഇഞ്ചിയുണ്ട്. നന്നാക്കിയപ്പോൾ ഇത്ര ഉണ്ട്. ഇഞ്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, ഇതുപോലെ കുപ്പികളിലാക്കിയിട്ട്. കറിയൊക്കെ തിളച്ച് പാകമായി. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. മാങ്ങ ചെറുതായിട്ട് പഴുത്ത പോലെ ഉണ്ട്. അപ്പോൾ പുളിയും കുറവുണ്ട്. കുടപ്പുളി ഇട്ടു കുറച്ചോളം. പിന്നെ കാച്ചാള ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം. അപ്പം എണ്ണ കാഞ്ഞു. അത് ഉള്ളി ഇടണം. അപ്പോൾ ഉള്ളി മൊരിഞ്ഞു. വേപ്പിൻ്റെ ഇല ഇടണം. തൊണ്ട് മുളകും പൊടി ഇടണം. നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി. ഇവിടെയാണ് ചട്ടിയായ കാരണം തിളച്ചുകൊണ്ടേയിരിക്കും കുറേ നേരം. ഇന്ന് ഇത്രയൊക്കെയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.